ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ. 15 ഡേയ്സ് ഡ്രാഗൺ ചലഞ്ചാണിത്. 15 ഡേയ്സിനുള്ളിൽ ഡ്രാഗനെ കൊല്ലുന്ന ഒരു ചലഞ്ച്. അതിൽ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് എപ്പിസോഡ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനലിൽ വീഡിയോ എടുക്കുന്നുണ്ട്, അതെല്ലാവരും പോയി കാണുക, അതിന് ശേഷം കാണുക. ഇതിൽ നമ്മൾ തന്നു ഇവിടുത്തെ എല്ലാ വില്ലേജസിനെയും, ഈ വില്ലേജിൽ ഇപ്പോൾ ഒറ്റ വില്ലേജർ പോലും ഇല്ല. ഇവിടുത്തെ എല്ലാ വില്ലേജസിനും എടുത്തുകൊണ്ട് നമ്മൾ അയൺ ഫാമിൽ കൊണ്ടുവന്നു. ആദ്യം ഉണ്ടാക്കിയ അയൺ ഫാം എന്ന് പറയുന്നത് ഇതാണ്. ഈ അയൺ ഫാമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ഇതിൻ്റെ അടിയിൽ വില്ലേജേഴ്സിനിട്ട് മേലെ സ്പോണാവുന്നൊക്കെ ഞാൻ കരുതിയത്. പക്ഷെ ഇവിടെ വില്ലേജറായപ്പോൾ എനിക്കുള്ള ഇവിടെ സ്പോണാവില്ല, വേറെ എവിടെയൊക്കെയാണ് സ്പോണാവുന്നത്. ഇതിൻ്റെ അടിയിൽ ഇവിടെ ആയിട്ടാണ് വില്ലേജേഴ്സിനെ എത്തിയത്. സൈഡിലൊക്കെ മറ്റേ വർക്ക് സ്റ്റേഷൻസ്. പക്ഷെ ഇവിടെ ഒരു സ്പോണാവുന്നില്ല, ഒരു വേറെ എവിടെയൊക്കെയാണ് സ്പോണാവുന്നത്. രാത്രിയാണ് നമുക്കറിയാം, ഒരു വേറെ എവിടെയൊക്കെയാണ് സ്പോണാവുന്നത്. അപ്പോൾ ഇവിടുന്ന് നേരെ മാറ്റിയാണ്ട് സ്പോൺ ഏരിയ ഇല്ലേ, നമ്മൾ ഗെയിം കയറുമ്പോഴത്തേനുള്ള സ്പോൺ ഏരിയ ഇല്ലേ, അവിടേക്കാണ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ പുതിയ അയൺ ഫാം ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിരുന്നത്. കുറച്ച് ഹൈറ്റിൽ അവിടെ ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ സ്പോണാവുന്നുണ്ട്. പക്ഷേ 30 വില്ലേജേഴ്സിലൊരു അയൺ ഫാമായി ഉണ്ടാക്കാൻ കരുതിയത്. ഇതുവരെ വില്ലേജറായിട്ടില്ല. 16-12 വില്ലേജറായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഹൈറ്റിലാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഒരു വീറ്റ് ഫാമും ഉണ്ട് സൈഡിലായിട്ട്. ഇവിടെ അതൊക്കെ കിട്ടി, ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞാൽ മേലെ 2 സൈഡിലായിട്ടാണ് വില്ലേജേഴ്സിനെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് സെൻറ്ററിൽ അയൻകോ സ്പോണാണ്. ഇവിടെ ഞാൻ ഇതൊന്നും കാണിച്ചു കഴിഞ്ഞത്, ഇതൊക്കെ നിങ്ങളെല്ലാവരും വീഡിയോയിൽ ഇത് കണ്ടു. കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടില്ല. അതാണ് ഇതൊന്നും കാണിച്ചു കഴിഞ്ഞത്. ഇവിടെയും കുറച്ച് വില്ലേജസ്, അവിടെയും കുറച്ച് 15 കരുതിയത്. പക്ഷേ 15 വില്ലേജസ് ആയില്ല. പിന്നെ മാത്രമല്ല, ഇന്നാണ് ഞാൻ ഈ ഡേയ്സ് ഇത്ര ദിവസമായി ഞാൻ പ്ലേ ചെയ്തു ഇന്നേ ഓണാക്കണത്. അപ്പോൾ ശ്രദ്ധിച്ച 33 ദിവസമായി. 50 ദിവസത്തിൻ്റെ ചലഞ്ചാണ് ഡ്രാഗനെ കൊല്ലൽ. ഇതുവരെ എന്നിട്ട് അതിൻ്റെ തുടക്കം പോലും ആയിട്ടില്ല. അതായത് നമ്മൾ നെതർക്ക് പോലും കയറിയില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നാണ്ട് 2 ഡിസ്റ്റൻസ് കൂട്ടിയിട്ടപ്പോൾ, അതായത് കുറച്ച് നേരത്തല്ലോ ഇവിടെ ഇങ്ങനെ നിന്നാണ്ട് ഫുഡൊന്നും ഇല്ലാത്ത ടൈമിൽ 2 ഡിസ്റ്റൻസ് കൂട്ടിയിട്ടപ്പോൾ വല്ല ഐലൻഡിലോ ഉണ്ടോ നോക്കാൻ വേണ്ടി കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ കൂട്ടിയിട്ടപ്പോൾ ആക്കണം ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ വില്ലേജ് അവിടെ ആയിട്ട്. എന്നിട്ട് അവിടെ പോയിങ്ങാണ്ട് ഞാൻ കുറേ ക്യാരറ്റും പിന്നെ വീറ്റിൻ്റെ ആ ബ്ലോക്കില്ലേ അതും കൊടുന്നു. അതുകൊണ്ട് ഇവിടെ ക്യാരറ്റ് കൃഷി ചെയ്യാല്ല. അവിടെ നിന്നാണ് ഇപ്പോൾ ക്യാരറ്റും പിന്നെ ആ കാണുന്ന വീറ്റൊക്കെ കിട്ടിയത്. ഇത് കുറച്ച് ലാഗ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഇന്ന് തന്നെ നെതർക്കും കാരണം ഫോട്ടോസും കണ്ടുപിടിച്ചു എന്നാണ് കരുതുന്നത്. ഇത് നല്ല ലെക്കിലെ സീഡാണ്. ഇവിടെ അടുത്ത് തന്നെ ഇവിടെ അടുത്ത് കുറച്ചൊരു 100-200 ബ്ലോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ വില്ലേജ് ഉണ്ട്. ഇവിടെ അടുത്ത് കുറേ വില്ലേജ് ഉണ്ട്. നല്ല കുഴപ്പമില്ലാത്ത ലെക്കിലെ സീഡാണത്. അപ്പോൾ ഇനി മറ്റേ ഫോട്ടോസ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതിനെ കരുതുക. അതുകൊണ്ട് നമ്മളെന്തായാലും ഇത് പോർട്ടൽ ഉണ്ടാക്കിയാണ്. പോർട്ടൽ മറ്റേ ഓക്സിഡൻ മൈനിന്നൊന്ന് കാണിച്ചത് 5000 ബ്ലോക്ക് ദൂരത്ത് പോയാണ്ടാണ് ഞാനൊരു ബക്കറ്റ് ലാഭം കൊടുത്തത്. ബാക്കിയുള്ള ഓക്സിഡനൊക്കെ ഇവിടെ നിന്ന് ഉണ്ടായി. നമ്മൾ ആ വില്ലേജിൽ തന്നെ നമുക്ക് കുറച്ച് ഓക്സിഡൻ കിട്ടി. പിന്നെ എന്തായാലും കയറുക. നമ്മൾ ടൂൾസ് ആർമറൊക്കെ നമ്മൾ അവിടെ തന്നെ മുരിട്ടിരുന്നു. ഫസ്റ്റ് തന്നെ എവിടെയാണ് നമ്മൾ സ്പോണാവുക. സ്പോണായത് കുഴപ്പമില്ലാത്തൊരു ഏരിയയിലാണ്. വെറുതെ എന്തായാലും ടൂൾസ് ആർമർ കൊണ്ടുപോയി കളയാൻ പറ്റിയിട്ട് ആ ടൂൾസ് വെച്ചുള്ള ആർമറാൾ പൊള്ളിച്ചു. പിന്നെ ഷീൽഡും കജ്ജി കുടിച്ചു. എന്നിട്ട് വന്ന് എത്രത്തോളം തരേണ്ടി വരുന്നാവും ഒരു ഇത് കിട്ടുക, ഫോട്ടോസ് കിട്ടാൻ. എൻ്റെ ഫസ്റ്റ് വേൾഡിലൊക്കെ 1000 ബ്ലോക്കോ 2000 ബ്ലോക്കോ എന്തോ പോയിട്ടാണ് ഒരു ഫോട്ടോസ് കണ്ടുപിടിച്ചത്. എല്ലാവരും പറയുന്നത് എടുത്ത് തന്നെ ഫോട്ടോസ് സ്പോണാവും. നമ്മൾ സ്പോണാവുന്നോട് തന്നെ ഒരു ഫോട്ടോസും സ്പോണാവുകയും ചെയ്യും. എന്തായാലും ഇവിടെ എവിടെയും നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലും കുറച്ച് കറങ്ങേണ്ടി വരുന്നുണ്ട്. എല്ലാവർക്കും ഒരേ വഴി കിട്ടൂലല്ലോ. ചുറ്റും ഇതാവാം. ഗാസ്റ്റിന് മേടിച്ചിട്ടുണ്ട്. ഗാസ്റ്റിന് എന്തൊക്കെ തോന്നാണ് അതിൻ്റെ സംഭവം തന്നെ. ഫോട്ടോസും കിട്ടിയപ്പോൾ അപ്പോൾ കുഴപ്പമില്ലാത്ത സീഡ് തന്നെയാണ്. ഇനി അങ്ങോട്ടും കയറും വേണം. ഇപ്പം തന്നെ പോയി കയറാൻ പറ്റുമോ നോക്കി നോക്കുന്ന വല്ല പ്ലേസ് റോഡ് കിട്ടിയാൽ ചാൻസില്ല. കാരണം അവിടെ വെതർ സ്കെലറ്റനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും പെട്ടെന്ന് ചാവാനാണ് ചാൻസ്. അതാ നല്ല ലാഗുണ്ട് കഴിച്ച്. കാരണം ഇപ്പോൾ ഈ ലാഗൊക്കെ കയറുന്നുണ്ട്. ഒന്നും കാണൂല. കുടുങ്ങി ചത്തോ ഞാൻ ചാവൂ. പായി ശരി, ഞാൻ പോകുന്നു.
അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഫോട്ടോസ് കണ്ടുപിടിച്ചിന്, ഫസ്റ്റ് തന്നെ പോയി ചത്ത് ചെയ്യുന്നതിന്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബ്ലേസ് റോഡ് കൊടുക്കും, കിട്ടിയ ബ്ലേസ് റോഡ് കൊടുക്കും, ഇവിടുത്തെ അപ്പത്തിനായിട്ട് പോയിച്ച് എങ്ങനെയാലും അതിൻ്റെ മേൽക്കാറാണ് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.